Hi dear students, കീം എക്സാം എഴുതി കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ചാനലിൽ എത്തിയിട്ടുണ്ടാവുക. നിങ്ങൾ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കീം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കീമിനെ പറ്റി എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിലെ ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയൊക്കെയാണ് കീം എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റ്, അതിൻ്റെയൊക്കെ വെയിറ്റേജ്, ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട കീമിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള കോണ്ടന്റും നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിലെയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. നിങ്ങൾ ഇപ്പോഴേ പഠിക്കുന്നത് മൂലം നിങ്ങളുടെ ഏപ്രിൽ ഒരു 3rd വീക്കിലൊക്കെ വരുന്ന കീം എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ വളരെ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ബോർഡ് ലെവലിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആക്കി വെക്കണം. എന്നിട്ട് ചില എക്സ്ട്രാ കാര്യങ്ങളൂടെയും ചില ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നമ്മൾ എക്സ്ട്രാ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് ഒന്നും ഞാൻ ഇതൊന്നും പറയുന്നില്ല. നമുക്ക് 2 പുതിയ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് ഇതാണ്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന രീതി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന രീതി ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ ആണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ബോർഡ് ലെവലിൽ നമ്മൾ പഠിക്കുന്നില്ല. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈ ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതും നിങ്ങൾ ബോർഡ് ലെവലിൽ പഠിക്കാത്തൊരു കാര്യമാണ്. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് π/2 ആണ്. സിമിലർലി ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും, അതായത് ഇത് രണ്ടിൻ്റെയും ഉള്ളിലുള്ള ഈ ഒരു വാല്യൂ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയും ആൻസർ π/2 ആയിരിക്കും. അതേപോലെ ഇവിടെ സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും ആഡ് ചെയ്താൽ കിട്ടുന്നതും π/2. ഇതും നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കും. ആൻഡ് ഇതിനൊക്കെ കുറച്ച് കണ്ടീഷൻസ് കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ റീജിയൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പഠിക്കുന്നുണ്ട്. ഡൊമൈൻ റീജിയൻ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ല, ഡൊമൈൻ റീജിയൻ. ആ ഡൊമൈൻ റീജിയൻ്റെ ഉള്ളിലായിരിക്കണം ഈ എക്സ് വരേണ്ടത്. അതേപോലെ ഇവിടെ എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഇവിടുത്തെ കേസിൽ എക്സ് ബിലോങ്സ് ടു ആർ -1 to 1 ആയിരിക്കണം. അതായത് സീക്കിൻ്റെയും കൊസീക്കിൻ്റെയും ഡൊമൈൻ, സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും ഡൊമൈൻ. അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇത് പുതിയ കണ്ടന്റാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ കീം എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ ഇത് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം പഠിച്ചു. നിങ്ങൾ കീമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടി മുന്നേ ഓടുന്നു ബാക്കിയുള്ളവരെക്കാളും. അപ്പോൾ നോക്കിക്കോ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് π/2. റെഡിയാണേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കട്ടോ. -1ൻ്റെയും 1ൻ്റെയും ഉള്ളിൽ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് π/2 എന്ന് എഴുതാൻ പറ്റൂ. അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസും അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ വരിക? ഒരു ചോദ്യം നോക്കുക നിങ്ങൾ, ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു π/4, ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. അതായത് ചോദ്യത്തിൽ നമുക്കിവിടെ തന്ന കാര്യം നോക്കേ, ടാൻ ഇൻവേഴ്സ് 2xും ടാൻ ഇൻവേഴ്സ് 3xും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ π/4 ആണ് കിട്ടുക എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, അപ്പോൾ 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ, അതായത് 2x ഇൻറ്റു 3x. അങ്ങനെയാണ് നമ്മൾ പഠിച്ച പ്രകാരം ആൻസർ കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ. ഞാൻ ഈ ടാൻ ഇൻവേഴ്സ് ഇല്ലേ, ഈ ടാൻ ഇൻവേഴ്സിന് ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇവിടെ എനിക്ക് 2x പ്ലസ് 3x 5x എന്നും ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഇൻറ്റു 3 6 x ഇൻറ്റു x² ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ടാൻ ആവും. അപ്പോൾ ടാൻ π/4 എന്ന് വരും. ഓക്കെ, ടാൻ π/4ൻ്റെ വാല്യൂ 1 അല്ലേ?
അങ്ങനെയാണ് നോക്ക് 5x ഡിവൈഡഡ് ബൈ 1 മൈനസ് 6x² ഇസ് ഈക്വൽ ടു 1. ഈ ഡിനോമിനേറ്ററിലുള്ള ബൈ എന്ന് പറഞ്ഞ് എഴുതിയ സാധനം ഇങ്ങോട്ട് വന്നാൽ 1 ഇൻറ്റു 1 മൈനസ് 6x² എന്ന് വരും. അതായത് 5x ഈക്വൽ ടു 1 മൈനസ് 6x² എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ ചോദിച്ചത്. ഇത് കീമിന് മുമ്പ് ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ആ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചാൽ മാത്രം മതി ഇത് സോൾവ് ചെയ്യാൻ. ഞാൻ ഇതിനൊക്കെ ഏറ്റവും നല്ല സൗകര്യത്തിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ നോക്ക് നിങ്ങൾ 6x² പ്ലസ് 5x ഈ +1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 ആവും ഈക്വൽ ടു 0. മൈനസ് 6x² ഇങ്ങോട്ട് പോയപ്പോൾ പ്ലസ് 6x ആയി. ഇതൊരു ക്വാഡ്രാറ്റിക്കാണ്. ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. എക്സ് ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ -5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² 5² മൈനസ് b² മൈനസ് 4ac. അപ്പോൾ 4 ഇൻറ്റു 6 ഇൻറ്റു -1 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2a അതായത് 2 ഇൻറ്റു 6. അപ്പോൾ നിങ്ങളുടെ ആൻസർ നോക്ക് -5 പ്ലസ് ഓർ മൈനസ് 25 മൈനസ് ഇത് 4 6 24 ഇൻറ്റു -1 -24. അപ്പോൾ 25 മൈനസ് -24 അതായത് 25 പ്ലസ് 24 49 കിട്ടും. 49ൻ്റെ റൂട്ട് 7 അല്ലേ. അപ്പം -5 പ്ലസ് 7/2 അല്ലെങ്കിൽ -5 മൈനസ് 7/2 ഇതിലേതെങ്കിലും ഒന്ന് ആൻസർ വരും. -5 പ്ലസ് 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അല്ലേ. അപ്പോൾ 2/2 ഓർ ഇതോ -5 -7 എന്ന് പറഞ്ഞാൽ -12 അല്ലേ. അപ്പോൾ -12/2 2/2ൻ്റെ വാല്യൂ 1 -12/2ൻ്റെ വാല്യൂ -6. 1 -6 ആണ് ആൻസർ വരേണ്ടത്. 1 -6 ആണ് ആൻസർ വരേണ്ടത്. സോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ഇ ആണ്. 1 വരാം ഓർ -6 വരാം. അപ്പോൾ നിങ്ങൾ ചെയ്ത മെത്തേഡ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മളിത് എഴുതിയ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് XY ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കിട്ടിയത്. ഞാൻ ഈ tan ഇൻവേഴ്സിന് ഇങ്ങോട്ടേക്ക് എടുത്ത സമയത്ത് tan π/4 എന്ന് വന്നു, അത് 1 ആണ്. 5x ഈക്വൽ ടു 1 മൈനസ് 6x². ഞാൻ ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് -6x² ഇങ്ങോട്ട്, അപ്പോൾ പ്ലസ് 6x² പ്ലസ് 5x -1. ഈ ഒരു ഫോമിൽ വെച്ചിട്ട് -b പ്ലസ് ഓർ മൈനസ് വെച്ച് നമ്മളത് സോൾവ് ചെയ്തു. നമുക്ക് ഈ രണ്ട് വാല്യൂ കിട്ടി. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ക്യാൻ ബി എയ്തർ 1 ഓർ -6 ഏത് വേണമെങ്കിലും ആകാം. ഇവിടെ 1 ആണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ 1 നമ്മൾ ചൂസ് ചെയ്തു. കീമിന് മുമ്പ് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്. അടുത്ത ചോദ്യം നോക്കും. ഇതേ മോഡലിൽ വരുന്ന വേറൊരു ചോദ്യം. പക്ഷെ ഇവിടെ tan ഇൻവേഴ്സ് 1/3 tan ഇൻവേഴ്സ് 2/3 കോട്ട് ഇൻവേഴ്സ് ഞാൻ/7 ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയോ? tan ഇൻവേഴ്സ് 1/3 പ്ലസ് tan ഇൻവേഴ്സ് 2/3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഞാൻ/7 ഇല്ലേ, ഇത് ചെയ്യുന്ന രീതി നോക്ക്. ആദ്യം ഇത് രണ്ടും അങ്ങ് ആഡ് ചെയ്യും. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അതുള്ളത് നോക്ക് നിങ്ങൾ. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ. പിന്നെ ഒന്ന് കോട്ടിൻ്റെതല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ അതായത് 1/3 പ്ലസ് 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് XY അതായത് 2/3 ഇൻറ്റു 1/3 അല്ലേ, അല്ലെങ്കിൽ 1/3 ഇൻറ്റു 2/3. ഓക്കെ, ഈസിയാണ്. ഇനി അടുത്ത് നോക്കിക്കോ. ഒരു ആൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ, കോട്ട് ഇൻവേഴ്സ് 9/7. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ സെയിമാണ്, അപ്പോൾ അത് കൊടുത്താൽ മതി. 1 ഉം 2 ഇവിടുത്തതാണേ പറയുന്നത്. ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ 1 + 2 ചെയ്താൽ 3 കിട്ടും. അപ്പോൾ 3/3. ഇവിടെ 1 മൈനസ് 1 ഇൻറ്റു 2 2 ബൈ 3 ഇൻറ്റു 3 9. ഇനി അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ പ്ലസ് കോട്ട് ഇൻവേഴ്സ് 9/7 കൂടി വരുന്നുണ്ട്. ഇനി നോക്കിക്കോ, 3/3 എന്ന് പറഞ്ഞാൽ 1 ആവും. അപ്പോൾ tan ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു 9 9 9 മൈനസ് 2 7 ആണ്. അപ്പോൾ 7/9 എന്ന് വരും. ഈ 7/9ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്താ കിട്ടുക നിങ്ങൾക്ക്? 7/9ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 9/7 അല്ലേ. ഇനി പ്ലസ് അവിടെ ഉള്ളത് എന്താ നോക്ക്, കോട്ട് ഇൻവേഴ്സ് 9/7. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയം ഉണ്ടോ? ഉണ്ട്. ഞാൻ ആദ്യം എഴുതി തന്ന ഐഡൻറ്റിറ്റി tan ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂടി ആഡ് ചെയ്യാൻ വന്നാൽ π/2 ആണ്. അപ്പോൾ അങ്ങനെയാണ് നോക്ക്, tan ഇൻവേഴ്സ് 9/7 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 9/7. അപ്പോൾ ആൻസർ എന്തായിരിക്കും? π/2. എത്ര സിമ്പിളാണ് നോക്ക്. അതായത് നമ്മൾ ബോർഡ് ലെവലിൽ പഠിച്ചതിനേക്കാളും ഒന്ന് ജസ്റ്റ് അപ്പാകുന്നതേ ഉള്ളൂ. കീം ഭയങ്കര ഡിഫിക്കൽട്ടൊന്നുമല്ല. നിങ്ങൾ ബോർഡ് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊരു പുതിയ കണ്ടന്റ് ആയതുകൊണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ π/2 ആൻസർ. അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയത്? നമ്മൾ പഠിച്ചു tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ π/2 ആണ് ആൻസർ വരുന്നത്. ദാറ്റ്സ് ഇറ്റ്. റെഡി? സിമ്പിളാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി നോക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് the value of tan ഇൻവേഴ്സ് 3/4 പ്ലസ് tan ഇൻവേഴ്സ് 2/3. അപ്പോൾ പുറത്തൊരു tan ഉണ്ട്,
ആൻഡ് ഉള്ളിൽ ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടോ, ടാൻ ഇൻവേഴ്സ് 3/4 ആ ഒരു ഫോമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് മാറ്റി ഇന്ന് ശ്രദ്ധിച്ചേ, ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/3. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് ഇതാ നോക്ക് നിങ്ങൾ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന രീതിയിൽ അതുള്ളത്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. അപ്പം നമ്മൾ എഴുതേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. ഇതാ നോക്ക്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, എക്സിന് പകരം 3/4, എക്സ് പ്ലസ് വൈ, വൈക്ക് പകരം 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ, അതായത് 1 മൈനസ് 3/4 ഇൻറ്റു 2/3. റെഡി? ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ എക്സാ, അതേപോലെ തന്നെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ആൻസർ എന്ത് തന്നെയാണ്? എക്സാ. അപ്പോൾ ടാനും ടാൻ ഇൻവേഴ്സും ഇവിടെ ഉള്ളത് കൊണ്ട് അത് രണ്ടും നമുക്കങ്ങ് ഒഴിവാക്കാം. പിന്നെ ഇത് ചെയ്താൽ മതി നിങ്ങൾ, 3 × 3 9 പ്ലസ് 2 × 4 8 ഡിവൈഡഡ് ബൈ 3 × 4 12 ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 × 2 6 ഡിവൈഡഡ് ബൈ 4 × 3 12. സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാഫ് അല്ലേ ഇത് കിട്ടുക, അപ്പോൾ 1 മൈനസ് ഹാഫ് എന്ന് എഴുതിയാൽ മതി. വേണ്ട, അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യാം. 17/12 ഡിവൈഡഡ് ബൈ, ഇതിങ്ങനെ തന്നെ എഴുതിക്കോ, 1 × 12 12 12 മൈനസ് 6 6 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നോക്ക്, 2 12ഉം കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താവും? 17/6 എന്നാവും. 17/6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള ഏത് ചോദ്യവും ചെയ്യാൻ പറ്റും. റെഡി? ആൻഡ് ദാ ഈ ഒരു ചോദ്യം കൂടി നോക്കിക്കുക നിങ്ങൾ, ഒരു അടിപൊളി ചോദ്യം. ദാ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ പെർഫെക്റ്റ് ആയി. എ ടാൻ ഇൻവേഴ്സ് 4/3 ബി ടാൻ ഇൻവേഴ്സ് 1/3 വേർ 0 ലെസ് ദാൻ എ ബി ലെസ് ദാൻ π/2. ഓക്കെ, ദെൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു, അതായത് എ മൈനസ് ബി ആണ് ചോദ്യം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്താ? എ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 4/3. വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1/3. ഇത് നിങ്ങൾ പഠിച്ചു. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. അപ്പം ഞാൻ ഇതെങ്ങനെ എഴുതേണ്ടത്? ടാൻ ഇൻവേഴ്സ് മൈനസ് അല്ലേ വന്നത്, അപ്പോൾ എക്സ് മൈനസ് വൈ ദ 4/3 മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ 4/3 ഇൻറ്റു 1/3. നോക്കിക്കേ, നല്ലതുപോലെ ശ്രദ്ധിച്ചേ, ഡിനോമിനേറ്റർ സെയിമാ. അപ്പോൾ ദാ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ, 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, അത് കൊടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 ഇൻറ്റു 1 4 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 9. ഓക്കെ, ഒന്നുകൂടി നന്നാക്കി എഴുതിയാൽ ടാൻ ഇൻവേഴ്സ് നോക്കിക്കേ, 3/3 എന്ന് പറഞ്ഞാൽ 1 ഓൾ ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 പ്ലസ് 4 13/9 എന്ന് വരും. അപ്പോൾ 13/9ൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നിങ്ങളിത് തല തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ 13/9ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 9/13 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഇതാ നോക്ക്, ഓപ്ഷൻ ഡി 9/13. ടാൻ ഇൻവേഴ്സ് 9/13. എത്ര സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദാ വൺ മോർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഈ ഒരു ടോപ്പിക്കിൽ. ടാൻ കോട്ട് ഇൻവേഴ്സ് 3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 7. അതെങ്ങനെ കോട്ട് ഇൻവേഴ്സ് 3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 7 നമ്മൾ എഴുതുക? അത് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പഠിച്ച ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചൊരു കാര്യമുണ്ട്. കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x. ഇത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കോട്ട് ഇൻവേഴ്സ് എക്സ് ചോദിച്ചാൽ അത് നിങ്ങൾ കാണണ്ട എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങൾ കണ്ടാൽ മതി ടാൻ ഇൻവേഴ്സ് 1/x. സെയിം സംഭവം തന്നെ ഇവിടെ. ഈ കോട്ട് ഇൻവേഴ്സ് 3നെയും കോട്ട് ഇൻവേഴ്സ് 7നെയും നമുക്ക് മാറ്റി എഴുതാം. അപ്പം നിങ്ങൾ നോക്കിക്കേ, 10 ടാൻ കോട്ട് ഇൻവേഴ്സ് 3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 7 അത് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടുകയെന്ന് അറിയാം. ആ 10 ടാൻ പുറത്ത് അവിടെ നിൽക്കട്ടെ. കോട്ട് ഇൻവേഴ്സ് 3 എന്ന് പറഞ്ഞാൽ 3യുടെ റെസിപ്രോക്കൽ എടുക്കുക, അപ്പോൾ 1/3. കോട്ട് ഇൻവേഴ്സ് 3നെ ടാൻ ഇൻവേഴ്സ് 1/3 എന്ന് എഴുതാം. ഓക്കെ, കോട്ട് ഇൻവേഴ്സ് 7നെ നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സ് 1/7 എന്ന് എഴുതാം. അപ്പോൾ അതാ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നേരത്തെ കണ്ട അതേ ഫോമിലായി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യേണ്ട രീതി ഇതാ നോക്ക്. 10 ടാൻ ഉള്ളിലുള്ളതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, അതായത് 1/3 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ 1 മൈനസ് എക്സ് വൈ കൊടുത്തു. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ടാനും ടാൻ ഇൻവേഴ്സും ഒരുമിച്ച് വന്നാൽ കട്ട് ചെയ്തു പോകും. അപ്പോൾ 10 ഇൻറ്റു ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു വാല്യൂ ഇതിനോട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പോൾ ശ്രദ്ധിച്ചേതാ, ഇതൊന്ന് നമ്മൾ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 7 7, 7 പ്ലസ് 1 ഇൻറ്റു 3 3, അപ്പോൾ 7 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 10, 10 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 21, ഓൾ ഡിവൈഡഡ് ബൈ ഇത് 1 മൈനസ് 1/21 കിട്ടുക. അതൊന്ന് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതാ 10 ഇൻറ്റു ഇവിടെ വരുന്നത് 10/21 ബൈ 21 മൈനസ് 1, അപ്പോൾ 20, അപ്പോൾ 20/21 എന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, സംഭവം ഈസിയാണ്. ഈ 21ഉം ഈ 21ഉം കട്ട് ചെയ്തൂടെ, അപ്പോൾ 10/20 മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ വരിക എന്നറിയോ? 10 ഇൻറ്റു 10/20 എന്ന് വരും. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു 10 100, 100/20 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ നിങ്ങളുടെ ആൻസർ വരുന്നത് എന്താ? ഇതിൻ്റെ 5 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നമ്മൾ ഇതിൻ്റെ 5 ചോദ്യങ്ങൾ ചെയ്തു. ഈ 5 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 2 ഐഡൻറ്റിറ്റി ഇതും പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. കീം PYQ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആൻഡ് സിമ്പിൾ. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കാര്യങ്ങൾ, അതായത് എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് അതേപോലെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചാപ്റ്ററും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലുള്ള കിഡിലൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സാധനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ആൻഡ് കീം ക്രാഷ് ബാച്ച് ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കീം ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 4,499 ഇതാണ് പ്രൈസ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് +2 ബാച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. +2 ബാച്ച് വേണ്ട ആൾക്കാർക്ക് +2 ബാച്ചും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസ് മിസ്സാക്കണ്ട. ഇപ്പം തന്നെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ. ആൻഡ് നമ്മളുടെ ഒരു കീമിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി കൂടിയുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് കീം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും അതേപോലെ PDF ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. വീണ്ടും കൂടുതൽ ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് കാണണം.